സ്വാമിയെ പഥനം തിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. കേരള में कमल खिलने जा रहा है. തവണ 400-ലധികം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാണ് പ്രധാനമന്ത്രി സംസാരം ആരംഭിച്ചത്. ശേഷം പൊതുസമ്മേളനത്തിനെത്തിയവരെ മലയാളത്തിൽ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്നും ബി.ജെ.പി. സീറ്റെണ്ണത്തിൽ 2 കടക്കുമെന്നും ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 400 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്നും മോദി പറഞ്ഞു. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. ദേശീയതലത്തിൽ എൽ.ഡി.എഫും യു.ഡി.എഫും ഒന്നിച്ചാണ്. കേരളത്തിൽ മാത്രം പോരാടി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റേത് സോളാർ കൊള്ളയാണെങ്കിൽ എൽ.ഡി.എഫിന്റേത് സ്വർണ്ണക്കൊള്ളയാണെന്നും അക്രമ രാഷ്ട്രീയവും ഭിന്നിപ്പിക്കുന്ന നയവുമാണ് ഇരുമുന്നണികൾക്കും ഉള്ളതെന്നും മോദി പറഞ്ഞു. മലയാളികൾ പുരോഗമന ചിന്തയുള്ളവരാണെന്നും പക്ഷേ കോൺഗ്രസും ഇടതുപക്ഷവും പ്രാചീനകാലത്തിലാണെന്നും അദ്ദേഹം